Hello everybody, ഞാൻ ആതിര ദിൽജിത്ത്. ഇപ്പോൾ മൂവി ബ്രാൻഡിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് മൂവി ബ്രാൻഡിംഗ് അല്ലെങ്കിൽ ഒരു മൂവി റിലീസ് ചെയ്യുമ്പോൾ അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, എന്തോരം വിവിധ തരത്തിലുള്ള നല്ല നല്ല ഐഡിയാസൊക്കെ കൊടുത്ത് അതിനെങ്ങനെ ബ്രാൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് ദിയാസ് ഐഡിയ ഇൻക്യുബേറ്റേഴ്സ് എന്നാണ്. ഇപ്പം കഴിഞ്ഞ വർഷം ഡിസംബറിൽ റിലീസ് ചെയ്ത ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, സോഫിയ പോൾ നിർമ്മിച്ച ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള ഫിലിമാണ് ഞാൻ ആദ്യമായിട്ട് ബ്രാൻഡ് ചെയ്തത്. അപ്പം ആ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കും എൻ്റെ കമ്പനിക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഓഡിയോ ലോഞ്ച് മുതൽ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലാലേട്ടനെ വെച്ചിട്ട് മൈ ലൈഫ് ഈസ് മൈ വൈഫ് എന്നുള്ളൊരു ക്യാപ്ഷനാണ് ആ മൂവിയുടെ ടാഗ് ലൈൻ വന്നിട്ട്. പിന്നെ അതിന് ശേഷം ഈ മൂവി റിലീസായതിനു ശേഷം നമ്മൾ പല FM സ്റ്റേഷനുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു 3 ആഴ്ച നീളുന്ന കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഓഡിയോ ലോഞ്ചിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടനെ പോലെ ഒരാൾ നമ്മൾ ആ മുന്തിരിവള്ളികൾ മൂവിയുടെ തീം വെച്ചിട്ട് ലാലേട്ടന് ഷർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പേർപ്പിൾ കളർ ഷർട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു തോട്ടിൽ ഐഡിയയിലൊക്കെ വരുന്നൊരു സംഭവം ലാലേട്ടനത് ഇടുക അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഓഡിയോ ലോഞ്ചിന് ലാലേട്ടനത് ഇട്ടു. അതുപോലെ തന്നെ ഇത് ലാലേട്ടൻ്റെ ഫാൻസാണ് ആദ്യം അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതങ്ങ് ഹിറ്റാക്കി. ഇപ്പോൾ എല്ലാ ഷോപ്സിലും MVT ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഷോപ്സിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് MVT. അപ്പോൾ MVT ഷർട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസർ സോഫിയ പോൾ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഐഡിയാസും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഐഡിയാസും എല്ലാവരും കൂടി ചേർന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം ചെയ്ത മൂവിയാണ് ഗ്രേറ്റ് ഫാദർ. പൃഥ്വിരാജ്, ഷാജി നടേശൻ, ആര്യ, ഈ ഓഗസ്റ്റ് ഫിലിംസിൻ്റെ ബാനറിലുള്ള ഗ്രേറ്റ് ഫാദർ. ഈ ഒരു ഹിറ്റ് ഫിലിമിൻ്റെയും ഒരു ഭാഗമാകാൻ നമുക്ക് സാധിച്ചു. അതിൽ നമ്മൾ പല ഇതുപോലെ തന്നെ ക്ലബ് FM-ൽ ഗ്രേറ്റ് ഫാദർ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺടെസ്റ്റ് മമ്മൂക്കയെ കൊണ്ട് ചെയ്യിക്കേണ്ടായിരുന്നു. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണല്ലോ സിനിമ. അപ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള സെൽഫി എടുത്ത് ക്ലബ് FM-ലേക്ക് അയക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മമ്മൂക്കയെ മീറ്റ് ചെയ്യാനായിട്ട് ഫാമിലീസിനൊരു അവസരം കൊടുക്കുന്ന ഒരു കോൺടെസ്റ്റാണ് നമ്മൾ ചെയ്ത്. ഭയങ്കര റെസ്പോൺസായിരുന്നു. അത് മമ്മൂക്കയുടെ പേജിൽ ഷെയർ ചെയ്തു. പിന്നെ ക്ലബ് FM-ൽ തന്നെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പേജ് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അതുപോലെ ഹ്യൂജ് റെസ്പോൺസായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മൾ ചെയ്യുന്നത്. ആൾക്കാരെ, നമ്മൾ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ചെറിയ ശരിക്കും പറഞ്ഞാൽ തോട്ട്സ് മതി. അത് ചിലപ്പോൾ ആ മൂവിയുടെ തീമായിരിക്കാം, അല്ലെങ്കിൽ ചില മൂവിക്ക് ടാഗ് ലൈൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മൂവി ചെയ്യുന്നത്, ഇതുപോലെ ബ്രാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ GN കൃഷ്ണകുമാർ ചേട്ടൻ സംവിധാനം ചെയ്യുന്ന ടിയാൻ എന്ന മൂവിയാണ് ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിയെക്കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മൂവി ചെയ്യാൻ പറ്റി എന്നുള്ളതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വലിയൊരു ബഡ്ജറ്റിലുള്ള ഒരു മൂവി, ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പമുള്ള ഒരു മൂവി, മുരളി ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന മൂവി, അതുപോലെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റുള്ള ആക്ടേഴ്സൊക്കെ ഉള്ള എല്ലാവരും കൂടി ചേരുന്ന മൂവിയിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമി ക്ലബ് FM-ൽ നമ്മളിപ്പോൾ ഒരു കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ടിയാനെ കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കോൺടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ചേട്ടനും അനിയനും ഇതുവരെ ഇങ്ങനത്തെ ഒരു കോൺടെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതും FM-ൽ ഇതുവരെ അങ്ങനത്തെ ഒരു കോൺടെസ്റ്റ് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസമാണ് ഈ കോൺടെസ്റ്റ്, ടിയാനെ കണ്ടെത്തൂ എന്നുള്ള കോൺടെസ്റ്റ് പോകുന്നത്. ഓരോ ദിവസവും വളരെയധികം പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസ് എന്ന് തന്നെ പറയാം, ഇവരെക്കുറിച്ചിട്ടുള്ള ക്ലൂസാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും നമുക്ക് ക്ലബ് FM-ലൂടെ
നൽകുന്നത്. അപ്പോൾ നമ്മളത് ഓരോ ക്ലൂസും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആളാരാണെന്ന് വെച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലബ് FM വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സിമ്പിൾ കോൺടെസ്റ്റാണ്. എന്നാൽ ഇത് നമ്മുടെ സിനിമയുടെ പേരുമായിട്ട് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിൻ്റെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മേൽപ്പറഞ്ഞ ആൾ അഥവാ ടിയാൻ ആര്, ഇങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺടെസ്റ്റാണ് ഇപ്പോൾ ക്ലബ് FM-ൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു മൂവിയുടെ ചെറിയൊരു പാർട്ടാവാനായിട്ട് എനിക്കും സാധിച്ചു. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം. പിന്നെ നമ്മൾ മാതൃഭൂമി ഇപ്പോൾ ഓൺലൈനിലും ടിയാൻ കോൺടെസ്റ്റ്, സ്പോട്ട് ദ ടിയാൻ എന്ന് പറഞ്ഞ കോൺടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. സിമ്പിൾ കോൺടെസ്റ്റാണ്, പക്ഷേ എല്ലാവരിലേക്കും അത് എത്തുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, കേൾക്കുമ്പോഴും സന്തോഷം. അപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇനിയും സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റിയിട്ടുള്ളൊരു മേഖലയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്നാണെങ്കിലും അല്ലെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയത്താണെങ്കിലും നമുക്ക് സ്ട്രെസ്സില്ല, ടെൻഷനില്ല, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ആ മൂവി ഇറങ്ങുന്നതിനോടനുബന്ധിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാഴ്ച ആയിരിക്കും, 2 ആഴ്ച ആയിരിക്കും, പക്ഷെ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് PR വർക്സിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്.